ഞാനിപ്പോൾ ജോഗ് ഫാൾസിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിലാണ് ഉള്ളത്. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് പ്രവേശന കവാടം. ജോഗ് ഫാൾസിൻ്റെ മുമ്പിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട്, ലിംഗനമാക്കി ഡാമിലേക്കൊക്കെയുള്ള. അതുവഴി നമുക്ക് ഫട്കലൊക്കെ പോകാനായിട്ടുള്ള റോഡുണ്ട്. ആ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ പ്രവേശന കവാടം വരുന്നത്. ഈ പ്രവേശന കവാടത്തിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ട്. പുറത്ത് നിന്ന് കാണാനായിട്ട് ഇതുവരെ ഞാൻ നോക്കിയിട്ട് പലയിടത്തും നടന്നു നോക്കിയെങ്കിലും ജോഗ് ഫാൾസ് കാണാൻ കഴിയില്ല. പ്രവേശന കവാടം കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റൂ എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ കുറേ ദൂരം നടക്കേണ്ടി വരും അത് കാണാനായിട്ട്. എന്തായാലും പ്രവേശന ടിക്കറ്റ് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് കയറാം. എവിടെയാണ് ടിക്കറ്റ് കൗണ്ടറാ കാണുന്നതാണ്. ഇത് ഞങ്ങളുടെ ടീമാണ്, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് അവിടെ നിന്ന്. ഈ ജോഗ് ഫാൾസ് ഉള്ളത് കർണാടക സ്റ്റേറ്റിലാണ്. ഈ കർണാടക സ്റ്റേറ്റിലെ ഷിമോഗ ജില്ല, ആ ജില്ലയിൽ സാഗര താലൂക്കിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. സാഗര താലൂക്കിലെ സാഗര താലൂക്കിൽ കൂടെ ഒഴുകുന്ന ശരാവതി നദി ഈ സ്ഥലത്ത് വരുമ്പോൾ 830 അടി താഴേക്ക് പതിക്കും. അങ്ങനെ താഴേക്ക് പതിച്ചിട്ടാണ് ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടം, ജോഗ് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. ഇവിടെ ഇതാണ് വ്യൂ പോയിൻ്റാണിതിൽ. ഈ വ്യൂ പോയിൻറ്റിൽ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് കഴിയും. ഇവിടെ കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട്. കുറേ കൂടെ മുന്നോട്ടുള്ള ആ വ്യൂ പോയിൻറ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുന്നില്ല. അത് എനിക്ക് തോന്നുന്നു പുതിയ നിർമ്മിതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറേ കൂടി അടുത്ത് നിന്ന് നമുക്ക് ജോഗ് ഫാൾസ്, ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ ആണ്. ഇത് കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ വ്യൂ പോയിൻ്റൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വ്യൂ പോയിൻ്റ് അടുത്ത് തന്നെയാണ് KSTDC മയൂര ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള വെള്ളച്ചാട്ടമാണ് ജോഗ് ഫാൾസ് എന്ന് പറയുന്നത്. 1ാം സ്ഥാനത്തുള്ളത് മേഘാലയയിലെ നൊക്കാലിക്കൈ വെള്ളച്ചാട്ടമാണ്. ഇവിടെ 4 വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. രാജ, റാണി, റോറർ ആൻഡ് റോക്കറ്റ്. ഈ 4 വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങൾ കൂടെ ചേരുന്നതാണ് ജോഗ് ഫാൾസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഒരു സീസണൽ വെള്ളച്ചാട്ടമാണിതൊരു. കാരണം എല്ലാ സമയത്തും ഇതേ കണക്ക് വെള്ളം ചാടത്തില്ല. ഇവിടെ നിന്ന് മഴ സമയത്ത്, അതായത് നമ്മളെ മൺസൂൺ സമയത്തായിരിക്കും ഇത്രയും വെള്ളച്ചാട്ടം കാണാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ സീസണൽ വെള്ളച്ചാട്ടം എന്നാണ് ഇതറിയപ്പെടുന്നത്. മഴയും സീസണെ ആശ്രയിച്ചിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. രാജ്യത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ജോഗ് ഫാൾസ്. ജോഗ് ഫാൾസ് സന്ദർശിക്കാനായിട്ട് രാജ്യത്തിനകത്ത് നിന്ന് ധാരാളം ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്താറുണ്ട്. എൻ്റെയും വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ജോഗ് ഫാൾസ് സന്ദർശിക്കുക എന്നുള്ളത്. ഇവിടെ നിൽക്കുന്ന വ്യൂ പോയിൻറ്റിൽ നിന്നും നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പടികൾ ഒരുക്കിയിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇതിനെ കുറേ കൂടെ അടുത്ത് നിന്ന് ഇതിൻ്റെ താഴെ നിന്ന് ഇതിനെ കാണാനായിട്ടുള്ള പടികളാണ് ഒരുക്കിയിരിക്കുന്നത്. 1400 പടികളുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ അതിലെ കൂടെ യാത്ര ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. അതിപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. ഇങ്ങോട്ട് എത്താനുള്ള മാർഗമെന്ന് പറയുന്നത്, നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് കൊങ്കൺ റൂട്ടിൽ ഹൊന്നവാർ എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഹൊന്നവാറിൽ നിർത്തുന്ന കേരളത്തിൽ നിന്നുള്ള പല ട്രെയിനുകളും ഹൊന്നവാറിൽ നിർത്താറുണ്ട്. അവിടെ നിന്ന് ബസ് കിട്ടും. സാഗരയ്ക്ക് ബസ് കിട്ടും. ജോഗ് ഫാൾസിലേക്ക് നേരിട്ട് ബസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാഗരയ്ക്ക് ബസ് കിട്ടും. ആ സാഗര ബസ്സിൽ കയറി ജോഗ് ക്രോസ് എന്നൊരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് 2 കിലോമീറ്റർ നടന്നാൽ നമുക്ക്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോഗ് ഫാൾസിന് മുന്നിൽ എത്താനായിട്ട് കഴിയും. ഹൊന്നവാറിൽ നിന്നും വെറും 64 കിലോമീറ്റർ മാത്രമാണ് ജോഗ് ഫാൾസിലേക്കുള്ളത്. അപ്പം ഇത് മൊത്തത്തിൽ നിറഞ്ഞ് ഒഴുകുന്ന അവസരങ്ങളുണ്ട്. അത് ലിംഗനമാക്കി ഡാം തുറന്നു വിടുന്ന സമയത്താണ് ഇത് ഫുള്ളായിട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഇപ്പോൾ 4 വെള്ളച്ചാട്ടങ്ങളായിട്ട് ഇങ്ങനെ ചെറിയ തോതിൽ പതിക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മൂടൽമഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ മൂടൽമഞ്ഞ് വരപ്പോൾ ഇത് മൊത്തത്തിലങ്ങ് മൂടിപ്പോവും, കാണാൻ പറ്റത്തില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ മൂടൽമഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് വന്നത്.
അതിൻ്റെ മുമ്പിൽ നിന്നുള്ള ഒരു ഫോട്ടോ സെഷനാണ്, ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ്. സെൽഫി പോയിൻറ്റും കൂടെയൊക്കെയാണത്. അപ്പോൾ ലോകപ്രശസ്തമായ ജോഗ് ഫാൾസ് സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി രണ്ടാമത്തെ സ്ഥലത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടുത്തെ സന്ദർശനമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്.